പ്രധാനമന്ത്രി അവഹേളിച്ചുവെന്ന കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിലായിരിക്കുന്നു. കോഴിക്കോട് സിറ്റി പോലീസാണ്, സൈബർ പോലീസാണ് ജാൻമണിയെ അറസ്റ്റ് ചെയ്തത്. ഇതൊക്കെ വല്ല കേസാണ് സാറേ? സാർ, ഇതൊന്നും കേസല്ല ജാൻമണി പറയുന്നത്. കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട മഹിളാ മോർച്ചയുടെ പരാതിയിൽ ജാൻമണിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നീതി വേണം യുവർ ഓണർ. ഇത്രയും തോന്നിയ കാണിച്ചിട്ടാ ആദ്യം കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നു. ആ പരാതി പിന്നീട് സിറ്റി സൈബറിലേക്ക് കൈമാറുകയായിരുന്നു. കേരളത്തിൽ ആദ്യം ജാൻമണിക്കെതിരെ എടുത്ത കേസും കോഴിക്കോട് സിറ്റി സൈബർ പോലീസിന്റേതാണ്. ഇന്ന് നോട്ടീസ് നൽകി ജാൻമണിയെയും ഒപ്പം തന്നെ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത ഒരാളെയും കൂടി വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം ബെയിലബിൾ ഒഫൻസ് ആണ്, അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ജാൻമണിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഇന്ന് ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയതിനു ശേഷമാണ് കൊച്ചിയിൽ വെച്ച് ചില മാധ്യമങ്ങളോട് ജാൻമണി ഇത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ വലിയ വിവാദം ഉണ്ടാവുകയായിരുന്നു. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രിയെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും രക്ഷിതാക്കളെ കൂടി അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ജാൻമണി നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിന് തൊട്ടു പിറ്റേ ദിവസം തന്നെ മഹിളാ മോർച്ച വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ വലിയ വിവാദമായതിന് പിന്നാലെ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കൂടി തന്നെ ജാൻമണി ഒരു മാപ്പ് പറയുകയുണ്ടായി. അതിലാണ് രജനി പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരക്ഷരം പോലും തെറ്റിയില്ല. അതായത് തനിക്ക് ഭാഷാപരമായ ചില പരിമിതികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് തന്നിൽ നിന്നും ഉണ്ടായിട്ടുള്ള അത്തരം പരാമർശങ്ങൾക്ക് മാപ്പ് നൽകണം, താൻ അത് ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് ജാൻമണി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങൾ തന്നെയാണ് പോലീസിനോടും ജാൻമണി ആവർത്തിച്ചിരിക്കുന്നത്. ഏതായാലും നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ജാൻമണിയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വിട്ടയച്ചിട്ടുമുണ്ട്. രജനി ഒളിവി പോണേനൊക്കെ